Hello, hello, checking. Hello, checking. Mic testing. Hello. സഹൃദയ മൂന്നാമത്തെ ബെല്ലോടുകൂടി കെംപ്ര അധിവക് സംഘ് എറണാകുളം അവതരിപ്പിക്കുന്ന പുണ്യപുരാതന കലാശില്പം നാരദൻ CAT ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പേ സ്റ്റേജിലേക്ക് കടന്നു വരാനിടയുള്ള വെളിച്ചത്തിൻ്റെ എല്ലാ സ്രോതസ്സുകളും അണച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്ത്രീകൾ ദയവായി അവിടെ നിന്ന് മാറി നിൽക്കണം. സംഘാടകരുടെ ശ്രദ്ധയ്ക്ക് നാടകാവതരണത്തെ ബാധിക്കാനിടയുള്ള ശബ്ദ കോലാഹലങ്ങൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ നാടകം ആസ്വദിക്കുന്നതിന് തടസ്സമാകും. അല്ല, അത് അസോസിയേഷൻ സെക്രട്ടറി ലോക്കർ വിളിക്കാൻ നടക്കുന്നതാ. ലോക്കറിന്റെ പുറകെ നടന്ന് അവന് വട്ടായെന്ന് തോന്നുന്നു. അത് ഞങ്ങള് കൈകാര്യം ചെയ്തോളാം. അല്ലേലും അവനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. അണ്ണൻ നാടകം തുടങ്ങണ. സഹൃദയരെ, കലാസ്നേഹികളെ, കെംപ്ര അധിവക് സംഘ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന ലഘുനാടകം നാരദൻ CAT. നാടകം തുടങ്ങുന്നതിന് മുമ്പ് 2 വാക്ക്. ഇത് പൂർണ്ണമായും ഒരു ഭാവനാ സൃഷ്ടി മാത്രമാണ്. ഇതിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും തികച്ചും സാങ്കല്പികമാണ്. യഥാർത്ഥ വ്യക്തികളോടോ സന്ദർഭങ്ങളോടോ എന്തെങ്കിലും സാമ്യം തോന്നുകയാണെങ്കിൽ അത് കേവലം യാദൃശ്ചികം മാത്രം. ആരെയും വേദനിപ്പിക്കാനോ പരിഹസിക്കാനോ അല്ല ഈ കലാസൃഷ്ടി. മറിച്ച് കുറച്ചു സമയം നമ്മളുടെ ജോലി സമ്മർദ്ദങ്ങൾ മറക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ മാത്രം ഈ ലഘുനാടകത്തെ കാണുക, അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ഒരു പ്രധാന അറിയിപ്പ്: ഈ നാടകം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രമുഖ യൂട്യൂബ് ചാനലായ ദ സ്പേക്ക് ഗജേന്ദ്രൻ. സാമൂഹിക യാഥാർത്ഥ്യങ്ങൾക്കു നേരെ ഗജേന്ദ്രൻ വക്കീൽ തലതിരിച്ചു പിടിച്ചിരിക്കുന്ന കണ്ണാടി ദ സ്പേക്ക് ഗജേന്ദ്രൻ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബെൽ ഐക്കൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദ സ്പേക്ക് ഗജേന്ദ്രൻ. അലുവയും മത്തിക്കറിയും മലയാളിയുടെ ആരോഗ്യ രഹസ്യം. രാത്രി കഞ്ഞിക്ക് കടുമാങ്ങ കറിയാണോ ചമ്മന്തിയാണോ നല്ലത്? ബസ്സിൽ വലത്തുകാൽ വെച്ചാണോ ഇടത്തുകാൽ വെച്ചാണോ കയറേണ്ടത്? ഇങ്ങനെ മലയാളിയെ അലട്ടുന്ന 100 പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണുന്നു ദ സ്പേക്ക് ഗജേന്ദ്രൻ. ഒരിക്കൽ കൂടി എല്ലാവരുടെയും പൂർണ്ണ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു നാരദൻ CAT. ഇന്ത്യാണി എടി ഇന്ത്യാണി. ഓ, എന്താ കിന്ദ്രാണി വേണ്ടത്? എന്താ ഇന്ത്യാണി, എത്ര നേരമായി അമൃത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്? ഭക്ഷണം കഴിച്ചിട്ട് വേണ്ടേ എനിക്ക് പ്രഷറിന്റെ ഗുളിക കഴിക്കാൻ? നാശം, ഗ്യാസും കയറി. എന്നാ ഇന്ന് അമൃത് കഴിക്കാതെ അങ്ങോട്ട് ഗുളിക കഴിച്ചാ മതി. കയറിയ ഗ്യാസ് പുറത്തു പോകുമെന്നേ ആ ഒഴിഞ്ഞ സിലിണ്ടർ അല്ലേ, അങ്ങോട്ടേക്ക് അങ്ങ് നിറച്ചേക്ക്. മേനകേ. എന്താ ഉർവശി തന്നെ ഞാനിന്ന്. ഇന്ത്യാണി, എന്താ ഈ പറയുന്നത്? എന്ത് പറ്റി നിനക്ക്? എന്താ പറ്റിയെന്നോ? അയ്യോ പാപം, ഒന്നും അറിയില്ല. അടുക്കളയിൽ ആരുമില്ല. തലേന്നത്തെ എച്ചിൽ പാത്രം കഴുകി എന്റെ നടു പൊട്ടിഞ്ഞു. ശമ്പളക്കുടിശ്ശിക തീർത്തു കൊടുക്കാതെ അടുക്കളയിൽ കയറില്ലെന്നാ പാചകക്കാരൻ നളം പറഞ്ഞത്. അതുകൊണ്ടേ ഇന്ന് മുതൽ ആരും ഒന്നും കഴിക്കണ്ട, വായു ഭക്ഷിച്ചോ. എത്ര നാളായി ഞാൻ ഈ കാര്യം പറയുന്നു. ഒരിക്കലെങ്കിലും കേട്ടോ? സദാസമയവും ഉർവശി, മേനക കണ്ട അവളുമാരുടെയൊക്കെ സിനിമാറ്റിക് ഡാൻസ് കണ്ടോണ്ടിരിപ്പല്ലേ. അനുഭവിച്ചോ. എന്തൊരു കഷ്ടമാണ്. ഉണ്ടായിട്ട് കൊടുക്കാത്തതാണോ?
കയ്യിൽ ദമ്പടി ഇല്ലാത്തത് കൊണ്ടല്ലേ ശമ്പളം കൊടുത്ത് തീർക്കാൻ കഴിയാത്തത്? അതിനിങ്ങനെ കുത്തിരിപ്പ് സമരം നടത്താൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? നിനക്കിതെല്ലാം അറിയുന്നതല്ലേ ഇന്ദ്രാണി? നാണില്ലല്ലോ. കയ്യിൽ കാശില്ലാത്തോണ്ടാണ് ദേവലോകത്തെ പാചകക്കാരന് ശമ്പളം കൊടുക്കാൻ കഴിയാത്തതെന്ന് പറയാം. അല്ലാതെ ഉണ്ടായിരുന്ന തുക വക മാറ്റി ചെലവഴിച്ചതുകൊണ്ടല്ല അല്ലേ? നിത്യ ചെലവിന് വെച്ച തുക എടുത്തിട്ട് മാനസ സരസിലും കൈലാസത്തിലും വൈകുണ്ഠത്തിലൊക്കെ ടൂർ പോയാ ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചോ? ശമ്പളം ഇല്ലാതെ പണിയെടുക്കാൻ മാത്രം മണ്ടനല്ല ദേവലോകത്തെ പാചകക്കാരൻ. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടോളൂ. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. എനിക്ക് വയ്യ ഇവിടെ കിടന്ന് നരയിക്കാൻ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇനി നാരായണ 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 നാരായണ. എന്താണ് ദേവേന്ദ്ര, ഒരുമാതിരി ടുഡേ മാറ്ററിൽ ഡിഫക്റ്റ് അടിച്ച് വാങ്ങിച്ച വക്കീലിനെ പോലെ ഇരിക്കുന്നത്? എന്ത് പറയാനാ ദേവർഷേ, വന്ന് വന്ന് ദേവലോകം പാതാളലോകം പോലെയായി. എവിടെ നോക്കിയാലും പരാതിക്കാർ മാത്രം. ആ പാചകക്കാരൻ ഭക്ഷണം പാചകം ചെയ്യുന്നില്ല, ശമ്പളം കുടിശ്ശിക കൊടുത്തു തീർക്കാതെ അടുക്കളയിൽ കയറില്ലെന്ന്. ഉർവശി മേനകമാർ ഇനി നൃത്തം ചെയ്യണമെങ്കിൽ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ശമ്പള സ്കെയിൽ നൽകണമെന്ന് റെപ്രസെന്റേഷൻ തന്നിരിക്കുന്നു. ആ ഐരാവതത്തിന്റെ പാപ്പാൻ സർവീസ് റെഗുലറൈസ് ചെയ്യണമെന്നും അപകട ഇൻഷുറൻസ് പോളിസിയിൽ അംഗമാക്കണമെന്ന് പറഞ്ഞ് കൊടി കുത്തിയിട്ട് 4 നാളായി. ഞാൻ ഇനി എന്ത് ചെയ്യാനാ ദേവർഷി? നാരായണ നാരായണ എന്നാണ് ഞാൻ സാധാരണ ജപിക്കാറ്. ഇതിപ്പോ ശിവ ശിവ എന്ന് പറയേണ്ട അവസ്ഥയായല്ലോ. അവരുടെ ആവശ്യം ന്യായമല്ലേ ദേവരാജാവേ? അതിന് പരിഹാരം കാണേണ്ടത് അങ്ങയുടെ കടമയും. ഭരണാധികാരി പ്രജാക്ഷേമമല്ലേ, സ്വജനക്ഷേമമല്ലല്ലോ ലക്ഷ്യമാക്കേണ്ടത്. എനിക്കറിയാം ദേവർഷി, അങ്ങ് പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ എന്റെ പ്രശ്നം ന്യായയുക്തമായൊരു തീരുമാനമെടുക്കാൻ ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നതാണ്. പരാതി എനിക്കെതിരെയാണ്. ഞാൻ അതിലെങ്ങനെ തീരുമാനമെടുക്കും? അപ്പോൾ ഒരു ബദൽ സംവിധാനം വേണ്ടേ? അതിനൊരു വഴി അങ്ങ് പറഞ്ഞു തരൂ. രാജൻ, അങ്ങയുടെ ആവശ്യം ഞാൻ തിരിച്ചറിയുന്നു. ആട്ടെ, എന്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. പണ്ടൊരിക്കൽ ഭൂലോകത്തിൽ സഞ്ചരിക്കവേ കേരളത്തിൽ ഞാൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നൊരു തർക്കപരിഹാര സംവിധാനം കാണുകയുണ്ടായിട്ടുണ്ട്. അത് 10-30 കൊല്ലം മുമ്പാണ്. അന്നത് വളരെ നല്ലൊരു കാര്യമായി എനിക്ക് തോന്നിയിരുന്നു. അങ്ങേക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ഭൂമിയിൽ പോയി ആ സംവിധാനം നേരിൽ കണ്ട് മനസ്സിലാക്കി വരാം. ഫലപ്രദമെങ്കിൽ നമുക്ക് അത്തരമൊരു പരീക്ഷണം ഇവിടെയും ആകാമല്ലോ. ദേവർഷി, അങ്ങയുടെ വാക്കുകൾ എന്റെ കാതിന് കുളിർമഴയായാണ് അനുഭവപ്പെടുന്നത്. ഉർവശി മേനകമാരുടെ നൃത്തത്തിനോ അമൃത പാനത്തിനോ നൽകാനാവാത്ത സന്തോഷം അങ്ങ് എനിക്ക് സമ്മാനിച്ചിരിക്കുന്നു. ആട്ടെ, അങ്ങ് ഭൂമിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്? അതിന് പ്രയാസമില്ല. എന്റെ അംശാവതാരമായ ഒരാൾ, മിസ്റ്റർ പ്രസാദ് അഭിരാം വർഗീസ്, അഡ്വക്കേറ്റ് വി ശിവരാമകൃഷ്ണന്റെ ജൂനിയറായി അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ബാങ്കുകൾക്ക് വേണ്ടി കേസ് നടത്തി വന്ന അയാൾ ഈയിടെ റെയിൽവേ വക്കീലുമായിട്ടുണ്ട്. CITയിലെ നാരദനായ പ്രസ്തുത വ്യക്തിയിൽ അനായാസം പ്രവേശിക്കാൻ എനിക്കാവും. കൂടാതെ ഞാൻ നേരിട്ടും അന്വേഷിക്കാം. അങ്ങനെ വേണ്ടതെല്ലാം അറിഞ്ഞ് ഞാൻ ക്ഷിപ്രം മടങ്ങി വരാം. അങ്ങ് ശാന്തനായിരുന്നാലും ഇപ്പൊ ശരിയാക്കി തരാം. നാരായണ നാരായണ. വേണമെങ്കിൽ ഭൂമിയിൽ സഞ്ചരിക്കാൻ അങ്ങേക്ക് ഞാൻ ഐരാവതത്തെ വിട്ടുതരാം. അയ്യോ വേണ്ട. കേരളത്തിൽ എങ്ങനെ ആനയും കൊണ്ട് പോകുന്നത്? ആനയുടെ പുറകെ സൂക്ഷ്മദർശനമായി സദാസമയം നടക്കാൻ ഒരു കോടതിയും മൃഗങ്ങളെ മാത്രം സ്നേഹിക്കുന്ന കുറച്ച് മൃഗസ്നേഹികളും ഉണ്ട്. അവരെങ്ങാനും കാണാൻ ഇടയായാൽ എന്നെ മയക്ക് വെടിവെച്ച് വീഴ്ത്തി ഐരാവതത്തിന് കാട് കയറ്റി വിടും. ഇനി ഐരാവതത്തിനെ കൊണ്ട് നടക്കാൻ അനുവദിച്ചാൽ തന്നെ മീറ്ററും സെന്റിമീറ്ററും അളന്ന് സമയവും കാലവും നോക്കിയേ അതിനെയും കൊണ്ട് പുറത്തിറങ്ങാനാവും. അതുകൊണ്ട് വേണ്ടേ വേണ്ട. നാരായണ നാരായണ.
നോക്കി നിൽക്ക്. വ്യായാമവും യോഗയും ഒക്കെ കഴിഞ്ഞ നിലയ്ക്ക് നമുക്ക് മറ്റു പരിപാടികളിലേക്ക് കടക്കാം. എന്താ കുലീന മാഡം? അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്രാവ്യ സുമേഷ്, എന്താണ് ശ്രാവ്യക്ക് പറയാനുള്ളത്? മാഡം, മാഡത്തിന് അറിയാമല്ലോ, സുമേഷ് ഏട്ടന് മജിസ്ട്രേറ്റ് കോടതിയിൽ പിടിപ്പത് പണിയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇവിടെ മാത്രം ശ്രദ്ധിക്കാനാവുന്നില്ല. ആ ലേഖ വക്കീലാണെങ്കിൽ വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഹാൻഡ് ബോൾ എന്ന് പറഞ്ഞ് ഓരോ കേസ് ഫയൽ ചെയ്യുകയാണ്. എല്ലാം കൊസറാക്കുള്ളി പിടിച്ചത്. അതൊക്കെ ഫയൽ ചെയ്യുന്നതിന് പിറ്റേന്ന് തന്നെ ഓർഡർ വേണമെന്നും പറഞ്ഞ് ബഹളവും തുടങ്ങും. സഹി കെട്ടു മാഡം, സഹി കെട്ടു. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഈ ലേഖ വക്കീലിന്റെ കേസൊന്നും സുമേഷ് ഏട്ടന് അലോട്ട് ചെയ്യരുത്. അഭ്യർത്ഥനയാണ് മാഡം, ഒരു ഭാര്യയുടെ രോദനം. ശ്രാവ്യ പറഞ്ഞത് ശരിയാണ്, ഞാനും ശ്രദ്ധിച്ചു. ഈ ലേഖ വക്കീലിന് ഈയിടെയായി തെമ്പ് ലേശം കൂടുതലാ. പഞ്ചാബി ഉൽക്കയെന്നോ അൽക്കയെന്നോ കേട്ടതിൽ പിന്നെ നിലത്തെങ്ങുമല്ല. സാരമില്ല, നമുക്ക് ശരിയാക്കാം. 2 കേസ് പ്രജിത്ത് വക്കീലിന് അങ്ങ് അലോട്ട് ചെയ്തേക്കാം. ഓർഡർ മേടിക്കാൻ ലേഖ വക്കീല് നക്ഷത്രം എണ്ണുന്നത് നമുക്ക് കാണാം. അത് ശരിയാ മാഡം. പ്രജിത്ത് വക്കീൽ ആള് കൊല മാസ. ഫയൽ ഒന്നും വായിക്കണ്ട, അതിന്റെ ആവശ്യമില്ല. കോടതി ഇൻട്രീം ഓർഡർ കൊടുക്കാൻ പോകുകയാണെന്നെങ്ങാനും തോന്നിയ പിന്നെ ബാധ കൂടിയ പോലെയാ. കൈകൊടയുന്നു, തലകുലുക്കുന്നു, മലയാളം വരുന്നു, മാസ് ഡയലോഗാണ്. പിന്നെ അത് അടി കൊടുക്കാൻ പോകും പോലെ. എനിക്കറിഞ്ഞൂടാ, ഞാൻ അറിഞ്ഞില്ല, ഇത് ശരിയല്ല, അല്ല അത് കോടതി ഒന്ന് ആലോചിക്കണം എന്നൊക്കെ കൈ മലത്തിയും പിന്നെ പരത്തിയും പറയുമ്പോ കോടതിക്ക് തന്നെ അയ്യോ പാവം തോന്നി. ആപ്ലിക്കന്റിന് കൊടുക്കാൻ വെച്ച ചോറിൽ തണുത്ത വെള്ളം ഒഴിച്ചോളൂ. ഇൻട്രീം ഓർഡർ പഴം കഞ്ഞി. ഇമ്മൻസ് ടാലന്റ് പ്രജിത്ത് വക്കീലിന്. താങ്ക് യു. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഈ ആപ്ലിക്കൻസിനെ കാണുമ്പോൾ എൻ്റെ പെരുവരലിൽ നിന്നൊരു വിലയിൽ അങ്ങ് കയറി വരും. അവരുടെ കേസ് എങ്ങനെയെങ്കിലും ചുരുട്ടിക്കൂട്ടിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അതാ ഞാൻ. മാഡം, പ്രജിത്ത് വക്കീലിനെ ഒന്ന് ഒഴിഞ്ഞിട്ടോ. മാഡത്തിന്റെ തുറുപ്പ് ചീട്ടാ പ്രജിത്ത് വക്കീല്, കണ്ണ് തട്ടണ്ട. സി, നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരും പലതും പറഞ്ഞ് കേസുമായി വരും. നമ്മൾ ഡിപ്പാർട്ട്മെന്റുകളുടെ ഗവൺമെന്റിന്റെ ധീര യോദ്ധാക്കളാണ്. അപ്പോ നമ്മളായിട്ട് കേസിൽ ഓർഡർ കൊടുപ്പിക്കരുത്. വേണമെങ്കിൽ അവർ ഹൈക്കോടതിയിൽ പോട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ആരോടും വിരോധമില്ല. അല്ല മാഡം, ആ പ്രേംരാജ് വക്കീല് ഇന്നാളൊരു പോസ്റ്റ് ഇട്ടില്ലായിരുന്നോ? CAT-യുടെ പാരമ്പര്യം ന്യായമായ കേസിനെ എതിർക്കാത്ത ഗവൺമെന്റ് വക്കീലന്മാരുടെയാണ് എന്നൊക്കെ പറഞ്ഞ്. അതോ? സി ശ്രാവ്യ, പാസ്റ്റ് ഇസ് പാസ്റ്റ്. നമ്മൾ ഇന്ന് പുതിയ കാലഘട്ടത്തിലാണ്. സോ അന്ന് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഡിപ്പാർട്ട്മെന്റിന്റെ കേസ് എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം. അത് മറികടക്കുക ആപ്ലിക്കന്റ് വക്കീലന്മാരുടെ മിടുക്കാണ്. അതാണ് കാര്യം. മേഡം എന്നെ ഒന്ന് അനുഗ്രഹിച്ചു വിടൂ. ഒരു തുരന്തോ എക്സ്പ്രസ് പോലെ ഈ ആപ്ലിക്കന്റെ മേൽ ഞാൻ പാഞ്ഞു കയറാം. ഡിപ്പാർട്ട്മെന്റിന്റെ യശസ് ഉയർത്താം. അനുഗ്രഹിക്കൂ മേഡം, അനുഗ്രഹിക്കൂ. പ്രജിത്ത് എന്നാ എൻറോൾ ചെയ്തത്? 2011. CAT ആദ്യമായി കണ്ടത്? അത് 2020. അപ്പൊ കൊറോണയ്ക്കൊപ്പം വന്നതാണ്. അതാണ് കാര്യം. എന്റെ പ്രജിത്തെ സ്നേഹം കൊണ്ട് പറയുക, ഒരു പൊടിക്ക് അടങ്ങ്, ഇല്ലെങ്കിൽ തുരന്തോയല്ല ദുരന്തമാകും. ആപ്ലിക്കന്റ് വക്കീലന്മാരൊക്കെ പൊട്ടന്മാരാണെന്നാണോ കരുതിയത്? ട്രൈബ്യൂണൽ തുടങ്ങിയ കാലം മുതലുള്ള മുതലുകളാണ് പലരും. അവരോട് കളിക്കുമ്പോൾ അർഹിക്കുന്ന ബഹുമാനം കൊടുക്കണം. ഡിപ്പാർട്ട്മെന്റിന്റെ താല്പര്യം സംരക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ അമിതാവേശം കാട്ടണം, കോടതിയിൽ ഹിസ്റ്റീരിയ ബാധിച്ച പോലെ തുള്ളണം എന്നല്ല. അല്ല, ഞാനിതൊക്കെ ആരോട് പറയാൻ? സോറി മേഡം, ആത്മാർത്ഥത കൊണ്ട് പറ്റിപ്പോയതാണ്. ഇനി ആവർത്തിക്കില്ല. അതവിടെ നിൽക്കട്ടെ. അടുത്തതായി നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ ഞാൻ നമ്മുടെ സീനിയർ പാനൽ കൗൺസിൽ ശ്രീ ഗോമസ് തെങ്ങുചോട്ടിലിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം കണ്ടംപ്റ്റ് പെറ്റീഷനുകളും ഇംപ്ലിമെന്റേഷൻ പെറ്റീഷനുകളും എങ്ങനെ പ്രതിരോധിക്കാം എന്ന് പറഞ്ഞു തരും. സർ, പ്ലീസ്. താങ്ക് യു കുലീന, താങ്ക് യു വെരി മച്ച്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഡിപ്പാർട്ട്മെന്റിനെ അവരായി കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തും? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ട്രിബ്യൂണൽ ഒരു ഓർഡർ പാസ്സാക്കും. ആ ജിഷ്ണു ചെമ്പരത്തിയിലൊക്കെ ആണെങ്കിൽ ഓർഡർ ഇട്ടതിന്റെ പിറ്റേന്ന് കണ്ടം പെറ്റീഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ പെറ്റീഷൻ ഒക്കെ ആയിട്ട് വരും. ഇനി നേരിട്ട് വന്നില്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടെങ്കിലും വരും. അത് ശരിയാ.
ഏറ്റവും കൂടുതൽ ഓൺലൈൻ വരുന്നതിനുള്ള അവാർഡ് ജിഷ്ണു ചെമ്പരത്തിയിൽ സാറിന് തന്നെ കൊടുക്കണം. തലേന്ന് രാത്രി 12 മണി വരെ എറണാകുളത്ത് ഇരുന്നിട്ട് പിറ്റേന്ന് 10:30 തിരുവനന്തപുരത്ത് നിന്ന് ഓൺലൈൻ കയറും. അങ്ങനെ കയറാൻ വേണ്ടി അങ്ങോട്ട് പോകും. ഒരു ഓൺലൈൻ മാനിയാക്കാണ്. അതെ അതെ. അപ്പൊ പറഞ്ഞു വന്നത് ഈ ജിഷ്ണുവിനെ പോലെയുള്ളവരെ എങ്ങനെ നേരിടാം എന്നതാണ്. ആദ്യമായിട്ട് പെറ്റീഷൻ പോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഫ്രഷ് പെറ്റീഷനാണ്, സമയം വേണം എന്ന് പറയാം. ഉറപ്പായും 1 മാസം സമയം കിട്ടും. ആ 1 മാസം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹൈക്കോടതിയിൽ ഒരു OPCAT നേദിക്കാൻ ആലോചനയുണ്ട് എന്ന് പറയാം. ഇത് കേൾക്കുന്നതും കോടതി കേസ് വീണ്ടും നീട്ടും. അപ്പോൾ അടുത്ത തവണ OPCAT ഒപ്പിടാൻ പോയിട്ടുണ്ട് എന്ന് പറയാം. അതിനടുത്ത തവണ ഡ്രാഫ്റ്റ് OPCATയിൽ മിസ്റ്റേക്ക് ഉണ്ട്, അത് ക്യൂർ ചെയ്യണം എന്ന് പറയാം. കോടതി ചൂടാവും. പേടിക്കരുത്. ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞ് 1 തവണ കൂടി തീർക്കണം. എന്നിട്ട് കേസ് ഫയൽ ചെയ്ത് ഫയലിംഗ് നമ്പർ കൊടുക്കണം. അത് വെച്ചൊരു 3-4 അവധി വാങ്ങാം. അവസാനം ട്രിബ്യൂണൽ വടിയെടുക്കും എന്ന് തോന്നിയാൽ OPCAT ഡിഫക്റ്റ് തീർത്ത് നമ്പർ അങ്ങ് ജയിച്ചേക്കണം. ഹാർഡ് കോപ്പി പക്ഷേ ഫയൽ ചെയ്യരുത്. ഇങ്ങനെ സാവകാശം വാങ്ങി നമുക്ക് ഡിപ്പാർട്ട്മെന്റിനെ രക്ഷിച്ചെടുക്കാം. മനസ്സിലായോ? നമ്മൾ കളവ് പറയുന്നില്ല, കള്ളം കാണിക്കുന്നില്ല, സിസ്റ്റം ഉപയോഗിച്ച് സിസ്റ്റത്തിന് ബ്രേക്ക് ഇടുന്നു. എപ്പടി? സാറേ, ഒരു സംശയമുണ്ട്. ഇപ്പൊ സുപ്രീം കോടതി വരെ പോയി ഫൈനലായ കേസിലാണ് കണ്ടം പെറ്റീഷൻ എങ്കിലോ? ആ, അത് ഞാൻ പറയാം. വേറെ ഏതെങ്കിലും ഒരു സുപ്രീം കോടതി വിധി ഉദ്ധരിച്ച് പഴയ വിധി തെറ്റാണ്, സംശയകരമാണ്, അതുകൊണ്ട് ക്ലാരിഫിക്കേഷൻ വേണം എന്നൊക്കെ പറയണം. അല്ലെങ്കിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ട്, നമ്മുടെ കുഴപ്പമല്ല എന്ന് പറയണം. നമ്മൾ നമ്മുടെ കക്ഷിയുടെ താല്പര്യം സംരക്ഷിക്കുക, ആപ്ലിക്കൻ വക്കീലന്മാര് അവരുടെ കക്ഷിയുടെയും. ഇതിന്റെ ഇടയിൽ എവിടെയോ ഉള്ള സത്യം അത് കോടതി കണ്ടെത്തട്ടെ. അതാണ് കാര്യം. പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ക്ലയന്റ് അറ്റ് എനി കോസ്റ്റ്. ആപ്ലിക്കൻസിന്റെ കാര്യം അവരുടെ വക്കീൽ നോക്കട്ടെ. അതായത് നമുക്കും ആപ്ലിക്കൻ വക്കീലന്മാർക്കും സത്യം അറിയാമെങ്കിലും കക്ഷിയോടുള്ള കടമ മുൻനിർത്തി അത് പറയാൻ പാടില്ല. കോടതി പണിയെടുത്ത് സത്യം കണ്ടുപിടിക്കട്ടെ എന്ന്. അങ്ങനെയും പറയാം. വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ഈസ് ദ ഡ്യൂട്ടി ടു യുവർ ക്ലയന്റ്. അപ്പോ എല്ലാവരും കൃത്യം 10:30 കോടതിയിൽ ഉണ്ടാവണം. പിന്നെ ആ വിൽഫ്രഡ് വക്കീലിനെ ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. കഴിഞ്ഞ മാസം ഒന്ന് മിന്നായം പോലെ വന്നേച്ച് പോയതാണ്, പിന്നെ ആളെ കണ്ടിട്ടില്ല. ചോദിച്ചാൽ മധുര, നാഗർകോവിൽ, കമ്പം, തേനി വഴി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ആ, ഓക്കെ, സോ ലെറ്റ് us wind up. Standing counsel. If you smell what the rock is cooking. താങ്കളുടെ സമയം ഇവിടെ അവസാനിക്കും. ഇനി അടുത്തയാളുടെ ഊഴം. ഹലോ നിശ്ചയിച്ചി, ഞാനിവിടെ ട്രൈബ്യൂണലിലാണ്. ആ കേസ് ശിവരാമകൃഷ്ണൻ സാറോ പ്രിയ മാഡമോ അറ്റൻഡ് ചെയ്യും. ചേച്ചി എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ്ട. ഞാൻ എവിടെയൊക്കെ ഓടിയെത്തും. ട്രൈബ്യൂണലിൽ നിന്ന് എനിക്ക് ഉടനെ ഓടി വരാൻ പറ്റില്ല. ചേച്ചി, ഞാനിവിടെ CITയിൽ റെയിൽവേയുടെ വക്കീലല്ലേ. റെയിൽവേക്കാർ പറയുന്നത് ചാമി വക്കീലിനോട് മുട്ടി നിൽക്കാൻ ഞാൻ തന്നെ വേണമെന്നാ. പ്രധാന കേസൊക്കെ എന്നെ ഏൽപ്പിക്കുന്നത്. എനിക്കിതൊക്കെ ഇട്ടിട്ട് വരാൻ പറ്റില്ല. ചേച്ചി പേടിക്കണ്ട. ആ കേസ് എടുക്കുമ്പോൾ ഒന്ന് ശിവരാമകൃഷ്ണൻ സാറിനെ വിളിക്കുക, അല്ലെങ്കിൽ പ്രിയ മാഡത്തിനെ. സാറിനോട് കേസ് പാസ് ഓവർ ചെയ്യാൻ പറ. ഞാൻ ഇവിടുത്തെ തീർത്തിട്ട് വരാം. ആ, അത് മതി. ചേച്ചി ഇപ്പൊ ഫോൺ വെക്കേ. ആ പ്രേംരാജ് വക്കീൽ നോക്കുന്നുണ്ട്. ചേച്ചി ഫോൺ വെക്കേ.
എടാ പ്രസാദേ, നീ വലിയ റെയിൽവേ വക്കീലൊക്കെ ആയെന്ന് കേട്ടു. നീ ഇപ്പൊ നമ്മളോടൊന്നും പറയില്ലല്ലോ. എന്നിട്ട് എങ്ങനെയാ? പിന്നെ ഒരു കാര്യം, ബാങ്കിന് വേണ്ടി വരുമ്പോഴുള്ള ആ ചൊറിയൻ സ്വഭാവം റെയിൽവേക്ക് വേണ്ടി വരുമ്പോൾ നീ എടുക്കരുത് കേട്ടോ. അറിയാമല്ലോ, ചാമി വക്കീലും കോട്ടാൻ വക്കീലും ഒക്കെ കൂടെ നിന്നെ പഞ്ഞിക്കിടും. റെയിൽവേയുടെ സകല ഉഡായിപ്പും അറിയാവുന്ന ആളാണ് ചാമി വക്കീല്. ശ്രദ്ധിച്ച നിനക്ക് നന്നു. എന്റെ സാറേ, ഈ സാറിന്റെ ഒരു കാര്യം ഞാനതൊക്കെ അറിഞ്ഞു കണ്ടല്ലേ ചെയ്യൂ. ഇന്നാള് തന്നെ നമ്മുടെ ചാമി വക്കീലിനോട് ഞാൻ പറഞ്ഞു, സാറേ ആണ്ടെ ആ ബാംഗ്ലൂർ ബെഞ്ച് ഡിസിഷൻ ഒന്ന് ബെഞ്ചിൽ കാണിച്ചാൽ മതി, ഞാൻ കമാന്നൊരു അക്ഷരം വേണ്ടില്ലെന്ന്. അത്രയ്ക്ക് ഫെയറാണ് സാറേ ഞാൻ. അത് ഞാനും കേട്ടായിരുന്നു. ബാംഗ്ലൂർ ബെഞ്ച് ഡിസിഷൻ ഹാജരാക്കിയിട്ട് ചാമി വക്കീല് കവേർഡ് എന്ന് പറഞ്ഞു. വാട്ട് യു സേ എന്ന് നിന്നോട് ബെഞ്ച് ചോദിച്ചപ്പോ നീ വാ തുറന്ന് ഒരു വാക്ക് മിണ്ടിയില്ല. എടാ, കവേർഡ് ആണെങ്കിൽ ആണെന്ന് പറഞ്ഞുകൂടെ? നിനക്കെന്താ നഷ്ടം? നീ പറഞ്ഞിട്ടല്ലേ ചാമി വക്കീല് പതിവ് 4-4.5 മണിക്കൂർ വാദം വെട്ടിച്ചുരുക്കി ഒറ്റ വാക്ക് കവേർഡ് എന്ന് മാത്രം പറഞ്ഞത്. എന്നിട്ട് നീയോ വെറുതെ അല്ല നിന്റെ CAT-യിലെ നാരദൻ എന്ന് വിളിക്കുന്നത്. സാർ ചുമ്മാ, അത് സാറിന്റെ ചേച്ചി ശിവകല വക്കീല് പറഞ്ഞുണ്ടാക്കിയതല്ലേ. സാർ അതും പറഞ്ഞുകൊണ്ട് വെറുതെയാണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. സമയമുണ്ടല്ലോ. ആ റഹീന, തന്നെ ഒന്ന് കാണാനിരിക്കേ. താൻ ആ KT ആനുവൽ ഡേക്ക് ചെയ്ത പ്രസംഗം അടിപൊളിയായിരുന്നു. പറയാനുള്ളത് വ്യക്തമായി പറഞ്ഞു. തന്നെ കണ്ടു പഠിക്കണം മറ്റ് അസോസിയേഷൻ പ്രസിഡന്റുമാർ. ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രസിഡന്റ്. സർ, നായ്ക്കോലം കിട്ടിയാ പിന്നെ ആടാതിരിക്കാൻ പറ്റുമോ? ചെല്ലട്ടെ, ആ കുലീന വക്കീലിനെ ഒന്ന് കാണണം. ഇടാ പ്രസാദേ, നിനക്ക് തോന്നുന്നുണ്ടോ ഈ റഹീന ഇത്ര നല്ലൊരു പ്രസംഗം തനിയെ എഴുതുമെന്ന്? ഇത് ജലാലുദ്ദീൻ എഴുതി കൊടുത്തതാ, സംശയമില്ല. ആ അതിരിക്കട്ടെ, ഈ സുനിൽ കുമാർ വക്കീലിന്റെ കേക്ക് മുറിക്കൽ അതെന്തായിരുന്നു അതിന്റെ കഥ? അത് ഞാൻ പറയാം. അതായത് സാറേ, 2021 ഒടുവിൽ മുതൽ സുനിൽകുമാർ സാർ ലേശം മങ്ങി നിൽക്കുവാണല്ലോ. അപ്പോഴാണ് റെയിൽവേ പുതിയ പാനൽ വിളിച്ചത്. സുനിൽകുമാർ സാറിനോട് അവർ പറഞ്ഞു, സാറാവും സീനിയർ എന്നോ മറ്റോ. കേട്ട വാദി കേൾക്കാത്ത വാദി സുനിൽകുമാർ സാർ ഒരു വലിയ കേക്ക് മുറിച്ച് അങ്ങ് ആഘോഷിച്ചു. പുതുവത്സരത്തിൽ ചാമി വക്കീലിന്റെ കേക്കാണ് പതിവ്. ഇത്തവണ പതിവ് തെറ്റിച്ച് സുനിൽകുമാർ സാറിന്റെ സ്പെഷ്യൽ കേക്കും കിട്ടി. ഒടുവിൽ റെയിൽവേ പാനൽ വന്നപ്പോഴോ സുനിൽകുമാർ സാർ സീനിയർ തന്നെ, പക്ഷെ വടി കയ്യിലില്ല. അതായത് ഒരുമാതിരി ഇപ്പൊ അങ്ങോട്ടിറങ്ങിയ DST ഇൻചാർജിന്റെ അവസ്ഥ തന്നെ അല്ലേ? അദ്ദേഹത്തിന് തെറി ഒഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പഞ്ചാബിൽ നിന്ന് വെടിക്കെട്ട് തെറി, UP-ന്ന് പൂരത്തെറി, കേരളത്തിൽ നിന്ന് ലോക്കൽ തെറി. എന്നാൽ ഈ തെറിയൊക്കെ കേൾക്കാൻ വേണ്ടി അങ്ങേര് റെഗുലർ DSG ആയിരുന്നു? അതുമല്ല സാറേ, ഒരു വ്യത്യാസമുണ്ട്. സുനിൽകുമാർ സാറിന്റെ കയ്യിൽ വടി കൊടുത്തില്ല, അതുകൊണ്ട് അങ്ങേർക്ക് എറിയാൻ പറ്റാതെ നോക്കി നിൽക്കുന്നു. DST ഇൻചാർജ് ആകട്ടെ എറിയുന്ന വടിയൊക്കെ തിരികെ വന്ന് സ്വന്തം തലയിൽ കൊള്ളുന്നു. എന്തായാലും സുനിൽകുമാർ സാർ ഇനി ഒരിക്കലും ട്രെയിനിൽ കയറില്ലെന്ന് ശബ്ദം എടുത്തു. വിളിച്ചുണർത്തി സദ്യ ഇല്ലെന്ന് പറയണവന് കൊടുക്കണ്ടേ സാറേ ഒരു പണി? മുട്ടം പണിയാ. റെയിൽവേ പൂട്ടിപ്പോകുമല്ലോ ഇങ്ങേര് ട്രെയിനിൽ കയറിയില്ലെങ്കിൽ. ചുരുക്കത്തില് കാര്യം നടക്കും മുമ്പേ ആഘോഷിക്കുന്നതിന് സുനിൽകുമാർ സാർ കേക്ക് മുറിച്ചതുപോലെ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? സാറേ, സാർ ഇവിടെ വരുന്നവരെയും പോകുന്നവരെയൊക്കെ ചൊറിഞ്ഞോണ്ട് നിൽക്ക്. ഞാൻ ചെല്ലട്ടെ, അത്യാവശ്യമുണ്ട്. അല്ല, സുനിൽകുമാർ സാറ് പുതിയ CGC പാനലിൽ ഉണ്ടല്ലോ.
കേക്ക് മുറിക്കുവോ? എവിടെന്ന് അങ്ങോരിനി പല്ലി മിഠായി പോലും മേടിച്ചു തരാൻ പോകുന്നു. ഇതാ 1ാം കോടതി കോർട്ട് ഓഫീസർ രമേശ് കമ്മത്തല്ലേ? കമ്മത്തെ കമ്മത്തെ ഇങ്ങ് വന്നിട്ട് പോ. അല്ല കമ്മത്തെ, നിങ്ങളിത് എങ്ങോട്ടാ? ലീവാണോ? ഏയ്, നമ്മൾ കോടതിയിലേക്കാ സാറേ. പിന്നെ ഈ പായും തലയിണയും ഈർക്കിലി ബിഗ് ഷോപ്പർ അടുക്കുപാത്രം? അപ്പോ സാറൊന്നും പറഞ്ഞില്ലേ ആ വനജ വക്കീലിന്റെ മറ്റേ കേസിലെ ആ ഡോക്ടർ വി പ്രശോഭ് IAS കേസ്? അത് വാദം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നലെ പാതിരാത്രിയായി കോടതി ഇറങ്ങിയപ്പോ പ്രാഥമിക വാദത്തിന് മാത്രം 5 ദിവസം വേണമെന്നാ വനജ വക്കീല് പറഞ്ഞത്. ഇന്നലത്തെ കണക്കില് ഇനി 4 ദിവസം കൂടി പാതിരാത്രി വരെ അവർ രാഗവിസ്താരം നടത്തിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി വീണ്ടും തിരികെ വരിക എന്ന് വെച്ചാൽ മെനക്കേടാ. എന്നാ പിന്നെ കോടതി തന്നെ കൂടിയേക്കാന്ന് വെച്ചു. അതാ പായും തലേണയും സൈരസാദവും പത്രോടയും ഉമിക്കരിയും ഉയർക്കിലിയും കൊതുകുവരയും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചത്. താമസം വീട്ടിലല്ലാന്ന് വെച്ച് ശീലങ്ങൾ കളയാൻ പറ്റുമോ? ഞാൻ ചെല്ലട്ടെ, ചെന്നിട്ട് വേണം വനജ വക്കീലിന്റെ ലിസ്റ്റ് അനുസരിച്ച് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് വരുത്താൻ. അതിന് മാത്രം പുസ്തകം റെഫർ ചെയ്യുന്നുണ്ടോ ഈ വനജ വക്കീല്? ഉണ്ടോന്നോ? മഹാഭാരതം, ശാകുന്തളം, ദേവി ഭാഗവതം ഇതൊക്കെ ഇന്നലെ വായിച്ചു തീർത്തു. ഇന്നിനി ഭഗവത്ഗീത, രാമായണം ഇതൊക്കെ വായിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ കേട്ട് മെമ്പർമാര് മിണ്ടാതിരുന്നു, ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ലേന്നോ? വനജ വക്കീലും മുമ്പിൽ വന്ന് നിന്നിപ്പോ വാട്ട് യു സേ എന്നൊന്ന് ചോദിച്ചത് മാത്രമേ HOD ഓർമ്മയുള്ളൂ. വനജ വക്കീലും മുല്ലപ്പെരിയാർ പൊട്ടിയതുപോലെ ഒരൊറ്റ വാഗ്വിലാസമായിരുന്നില്ലേ ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നിക്കാണും പാവം HODക്ക്. മറ്റു വക്കീലന്മാരോ? അവരൊക്കെ രക്ഷപ്പെട്ടില്ലേ. നമ്മളുടെ സുനികുമാർ വക്കീല് നിന്ന നിൽപ്പില് ബാംഗ്ലൂർക്ക് പോയി. കാര്യം ലിസ്റ്റിലങ്ങരുടെ അടുത്ത കേസാ. പക്ഷെ ഇക്കണക്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതിയെന്ന് പുള്ളിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. പാവം ചാമി വക്കീലിന്റെ ഒക്കെ കാര്യമാ കഷ്ടം. പണ്ടൊക്കെ മാരത്തോൺ കേസ് വാദം നടത്തിയിരുന്ന അവർക്ക് വന്ന് കേസ് പറയണമെങ്കിൽ വനജ വക്കീലൊന്നും നിർത്തിയിട്ട് വേണ്ടേ? കരികാലം. എന്നാലും ഞാനൊന്ന് ചെല്ലട്ടെ സാറേ, യോഗമുണ്ടെങ്കിൽ നാളെ കാണാം. പോകാൻ വരട്ടെ കമ്മത്തെ. ഈ വനജ വക്കീലിനെ കൂട്ടാൻ ഒരു കിടിലൻ പണി ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ ലേഖ വക്കീലിനെ, മറ്റേ ലേഖ സുദേവൻ എങ്ങനെയെങ്കിലും കോടതിയിൽ എത്തിക്കുക. 1ാം നിരയില് വനജ വക്കീല് കേസ് വാദിച്ചു കൊണ്ട് നിൽക്കുന്നതിനടുത്ത്, അതായത് തൊട്ടടുത്ത്, തൊട്ടില്ല എന്ന മട്ടിൽ പ്രതിഷ്ഠിക്കുക. വനജ വക്കീല് വാദവും നിർത്തും, നിങ്ങൾക്ക് സമയത്ത് വീട്ടിലും പോകാം. അല്ല വക്കീലേ, നിങ്ങളും ലേഖ വക്കീലും ഒരു ഓഫീസിലല്ല ഇപ്പോൾ, എന്നിട്ടാണോ ഈ വക കുത്തിത്തിരിപ്പ്? എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ കമ്മത്തെ, ഇതൊക്കെ എൻ്റെ ഒരു എന്റർടൈൻമെന്റ്. അന്ന് വന്ന് ഇതൊരു ശീലമായി പോയി. തത്തിലൊരു സുഖം, ഒരു മനസുഖം. പക്ഷേ ഞാൻ ആള് ഒരു മാടപ്രാവാണ് കേട്ടോ. കുറെ നേരമായി വക്കീൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. ഞാൻ ഇന്ന് ഈ കേസിന് വേണ്ടി മാത്രം വന്നതാ. ഗജേന്ദ്ര വക്കീല് ഇന്നെങ്കിലും വരുമോ ഇല്ലയോ? മാഡം, അദ്ദേഹത്തെ വിളിച്ചപ്പോ ഇന്നലെ രാവിലെ കൊല്ലത്തുനിന്ന് പുറപ്പെട്ടു. ഓൺ ദ വേ ആണെന്നാ പറഞ്ഞത്. എന്ന് കേസ് വെച്ചാലും ഇത് തന്നെയാ പറയാറ്. കൊല്ലത്തുനിന്ന് പോന്നു, ഇല്ലത്തിപ്പ എത്തുമെന്ന്. ബഹിരാകാശത്ത് പോയ സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തി. കൊല്ലത്ത് പോയ ഗജേന്ദ്ര വക്കീല് സ്റ്റിൽ ഓൺ ദ വേ. ഞാൻ നിൽക്കണോ പോണോ? എനിക്ക് വേറെ പണിയില്ലാഞ്ഞില്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇത് എത്രാമത്തെ തവണ എന്ന് വെച്ചാ? മാഡം, ഞാൻ എന്ത് ചെയ്യാനാ? എന്നോട് പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ വിളിക്കാം. ചന്ദന
ചന്ദനവും മഞ്ഞളും ഒത്തുചേരും സന്തൂർ സന്തൂർ സന്തൂർ. ആ ബ്രോ ഇവിടെ ഉണ്ടായിരുന്നോ? ഫോൺ വിളിച്ചാൽ എടുക്കരുത്. ഒരിക്കലും ഒരാവശ്യത്തിന് ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല. നല്ല ശീലമാ. ഇനി എന്തെങ്കിലും കാര്യത്തിന് ബ്രോ എന്നെ വിളിച്ചാ ഞാനും എടുക്കില്ല. ചിരിക്കണ്ട. ചിരിക്കാൻ പറഞ്ഞതല്ല, കാര്യമായി പറഞ്ഞതാ. ഒരല്പം മര്യാദ കാണിക്കാം. വന്ന വഴി മറക്കരുത്. ചേച്ചി, ഞാൻ ഫോൺ മ്യൂട്ട് ചെയ്തിടും എന്നറിയില്ലേ? അതുകൊണ്ട് മിസ് കോൾ കണ്ടാ തിരിച്ചു വിളിക്കാൻ പാടില്ലേ? ഞാൻ കണ്ടില്ല ചേച്ചി, തിരക്കായി പോയി. ക്ഷമിക്കേ. ആട്ടെ, ഇതെങ്ങോട്ടായി തള്ളിക്കയറി പോകുന്നത്? ഒരു അഡ്മിഷൻ ഉണ്ട്. വിജയകുമാർ സാറുമായിട്ട് ഒരു ESIC കേസാ. അങ്ങേര് UK പോകും മുന്നേ ഒരു ഇന്റർമോഡർ വേണ്ടതാണ്. എന്നാ വേഗം ചെല്ല. അവിടെ കോടതിയില് ചൂട് ഇന്റർവ്യൂ ഓർഡർ ചുട്ടു വച്ചിട്ടുണ്ട്. നല്ല തേങ്ങാ ചട്നി. താമസിച്ച തീർന്നു പോകും. എന്റെ പൊന്ന് ചേച്ചി, ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ശരിയാക്കി തരാം. ആ ഇൻസ്ട്രക്ഷൻ ഒന്ന് വന്നോട്ടെ എന്ന് പറയും. അല്ലാതെ ചേച്ചി ഇന്ന് ഇന്റർവ്യൂ ഓർഡറും കൊണ്ട് പോകാൻ പോകുന്നില്ല. നെഗറ്റീവ് അടുപ്പിക്കല്ലേ ബ്രോ. ശരിയാക്കി തരുമെന്ന പ്രതീക്ഷയുണ്ടല്ലോ. ഉണ്ട്. ഇപ്പൊ ശരിയാക്കി തരും എന്ന പ്രതീക്ഷ. അത് മാസാമാസം പുതുക്കി കിട്ടും. എന്തായാലും പഞ്ചാബിലെയും UPയിലെയും പോലെ മിണ്ടണതിന് മെക്കിട്ട് കയറില്ല. പറയാനുള്ളത് മുഴുവൻ കേൾക്കും. എന്നിട്ട് ചിരിച്ചോണ്ട് പറയും, ഇപ്പൊ ശരിയാക്കി തരാം. ശുഭാപ്തി വിശ്വാസം അൺലിമിറ്റഡ്. അതുകൊണ്ട് പക്ഷേ കക്ഷിയെ തൃപ്തിപ്പെടുത്താനാവില്ലല്ലോ. ശരിയാ. ഇവിടത്തെ കക്ഷികളൊക്കെ ഇപ്പൊ ഡൽഹിയിലേക്കാ പോകുന്നത്. അവിടെ ആർക്കും കേസ് ഫയൽ ചെയ്യാമല്ലോ. ഇന്റർമോഡറും കിട്ടും. സത്യത്തിൽ ഒരു ചെറിയ കാലയളവ് ഇന്റർമോഡർ കൊടുത്ത് റിപ്ലൈ വേഗം വരുത്തി എത്രയും പെട്ടെന്ന് കേസ് കേട്ട് തീരുമാനിച്ചാൽ ആർക്കും പരാതി ഉണ്ടാവില്ല. ഇവിടെ കേസും കുറയില്ല. മാത്രമല്ല ഇന്റർമോഡർ കൊടുത്താല് റിപ്ലൈ ഫയൽ ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റിനും ചൂടുണ്ടാവും. അപ്പിയറൻസ് പറഞ്ഞാൽ അതുവരെ അട്ടത്ത് വെച്ച ഓർഡർ ഇംപ്ലിമെന്റ് ആകുന്നത് പോലെ. അതാണ്. അതിനെയാണ് ചേച്ചി ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. സത്യത്തിൽ ബെഞ്ചും ബാറും വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ജനങ്ങൾക്ക് സംവിധാനത്തിലുള്ള വിശ്വാസം തിരികെ പിടിക്കാൻ. സാധാരണക്കാരന്റെ കച്ചിത്തുരുമ്പാണ് കോടതി. അത് നിലനിൽക്കണം. അല്ലാതെ പണ്ടൊരാൾ പോകുന്ന പോക്കിൽ പറഞ്ഞതുപോലെ CATയിൽ കേസുണ്ടാവരുത്, കൺസ്യൂമറിലും MACTയിലുമേ കേസ് പാടുള്ളൂ എന്നതല്ല ശരിയായ നിലപാട്. അപ്പോ ചേച്ചി ചെല്ല. ഞാൻ അതിനിടെ പഞ്ചാബ് വരെ ഒന്ന് പോയിട്ട് ഷടേന്ന് വരാം. ജീവനോടെ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ഓർഡർ കിട്ടിയാൽ ചേച്ചിയുടെ വക ട്രീറ്റ് എനിക്ക്. ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാകുമോ? ഇല്ല, ഞാൻ വേഗം പോകും. മോനും മോളും കൂടെ എന്നെ വിളിക്കാൻ വരും. ഇന്നവന്റെ 35ാമത്തെ ജന്മദിനമല്ലേ. അതുകൊണ്ട് ഇനി തൊട്ട് അവൻ എന്നെ ചേച്ചിന്ന് വിളിച്ചാൽ മതി എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ശരി എന്നാ. ചന്ദനവും മഞ്ഞളും ഒത്തുചേരും സന്തൂർ സന്തൂർ സന്തൂർ. അടുത്ത ഒരു രംഗത്തോടു കൂടി ഈ ലഘുനാടകം ഇവിടെ പൂർത്തിയാവുകയാണ്. ഞങ്ങളോട് സഹകരിച്ച ഏവരോടും ഞങ്ങൾക്കുള്ള അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാന രംഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഇല്ല ലേഖ മാഡം, ഇല്ല. അത് ഞാൻ ഫയൽ ചെയ്തു ഡിഫക്റ്റില്. ആ വക്കാലത്തിൽ സ്റ്റാമ്പ് ഒട്ടിക്കാണ്ട്. മറ്റന്നാള് മതിയെന്നല്ലേ മാഡം പറഞ്ഞത്. ഓൺലൈനിൽ ഡയറി നമ്പർ കാണാത്തത് അത് ഡയറി CATയിൽ തീർന്നു പോയി മാഡം. സത്യം മാഡം. മാഡം പേടിക്കണ്ട, പുതിയ ഡയറി വാങ്ങിച്ചിട്ട് ഞാൻ CATയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഡയറി നമ്പർ കിട്ടും മാഡം. ഞാൻ കോപ്പി എത്തിക്കാം. അപ്പോൾ മാഡത്തിന് വിശ്വാസമാകുമല്ലോ. ശരി ശരി ലേഖ മാഡം. ഓക്കെ.
എന്റെ ദൈവമേ, ഓരോ അവതാരങ്ങള്. ഇനി എന്ത് കുരിശാണാവോ? കോട്ടാ വക്കീലെ, വക്കീല് വന്നോ? കുഴപ്പമില്ല, ഉച്ചക്ക് 2 മണി കഴിഞ്ഞാ വന്നാ മതി. അതിനു മുന്നേ ആ ലേഖ വക്കീലിന്റെ ഒരു കേസ് തയ്യാറാക്കാനുണ്ട്. ഇന്നലെ ഫയൽ ചെയ്തെന്നാ ഞാൻ പറഞ്ഞത്. എവിടുന്ന്? അതൊന്ന് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാം. ശരി ശരി. ഈ ലേഖ വക്കീലിന്റെ ഫയൽ എവിടെയാണോ ഇരിക്കുന്നത്? വീട്ടിൽ കൊണ്ടുപോയതാണോ? ഇല്ല ഇല്ല, CITയിൽ വെച്ചിട്ട് പോകുന്നു. ഇവിടെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. കിടച്ചാച്ച് ഫയല് കിടച്ചാച്ച്. BIJU ബിജു, CIT നായകനാം ബിജു. സോറി, CIT അസോസിയേഷന്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അതിൽ സംഘം നിർത്താൻ ഞാൻ ഒറ്റക്കാ ചെയ്യുന്നത്. അതിന്റെ പ്രാക്ടീസ് ആയിരുന്നു. ആരാ? എന്താ കാര്യം? ഞാൻ വക്കീൽ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. സാറാണോ വക്കീൽ സാറ്? ഞാനല്ല, ഞാൻ ബിജു ജാദവ്, വക്കീൽ സാറിന്റെ ക്ലാർക്കാ. ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. വക്കീൽ സാർ ഇപ്പൊ വരുമോ? സാർ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഇല്ല, അത് കഴിഞ്ഞാൽ ഉടനെ വരും. ഇരിക്ക്. സാറേ, ഞാനൊരു കാര്യം ചോദിച്ചാ സാറിന് മുഷിയുമോ? ചോദിക്ക്, അതിനെന്താ പ്രശ്നം? ഞാൻ വക്കീലല്ലാത്തോണ്ട് ലീഗൽ ഫീ വാങ്ങിക്കില്ല. ചോദിക്കൂ. സാറേ, ഞാൻ ആദ്യമായിട്ടാ ഈ കോടതിയിലൊക്കെ. അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഒരു പിടിയുമില്ല. അതൊന്ന് പറഞ്ഞു തന്നായിരുന്നേൽ. നിങ്ങൾക്ക് ഏത് കോടതിയുടെ കാര്യമാണ് അറിയേണ്ടത്? CIT, ഹൈക്കോടതി, KAT, അതോ സുപ്രീം കോടതിയോ? ഞാൻ ഈ CITയിലെ കാര്യങ്ങൾ അറിയാനാ വന്നത്. അപ്പോ അവിടെ എങ്ങനെ കാര്യങ്ങളെന്ന് പറഞ്ഞു തന്നാ മതി. ഓ, അപ്പോ CIT കുറിച്ചാണോ അറിയേണ്ടത്? ബെസ്റ്റ് ആളുടെ അടുത്താണ് വന്നത്, പറഞ്ഞു തരാമല്ലോ. എന്താ ചേട്ടന്റെ വിഷയം? അല്ല, വിഷയം പ്രശ്നമല്ല. വന്ന് എന്തും CITയിൽ ഫയൽ ചെയ്യാമെന്നായി. ഇന്നാൾ തന്നെ ആ ലേഖ വക്കീല് ഒരു കിടിലൻ കോപ്പറേറ്റീവ് സൊസൈറ്റി കേസല്ലേ ഈ സർവീസ് കോടതിയിൽ ഫയൽ ചെയ്തത്. അതും ടുഡേ പെർമിഷൻ എടുത്ത് ഡിഫക്റ്റ് നോട്ട് ചെയ്ത രജിസ്ട്രിയെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആക്ടും രജിസ്ട്രിയുടെ പരിമിതികളും എന്ന വിഷയത്തിൽ നന്നായി ഒന്ന് ബോധവൽക്കരിക്കുകയും ചെയ്തു. ട്വിസ്റ്റ് പക്ഷേ അതല്ല. കുലീന വക്കീൽ ആളാരാ മോള്. ലേഖ വക്കീലിന്റെ പരിപ്പൊന്നും അവിടെ വേവില്ല. എന്തിനേറെ പറയുന്നു, 2 ദിവസം പൊരിഞ്ഞ അടിയായിരുന്നു. അല്ല, ഈ കോടതികള് അടി ഇല്ലാതാക്കാനല്ലേ? അപ്പോ അവിടെ അടി നടക്കുമോ? കുറുന്തോട്ടിക്കും വാദം പിടിക്കുന്ന കാലമല്ലേ. അയ്യോ ചേട്ടാ, ഇത് ആ അടിയിലെ ഈ അടി, ഇത് നാക്കുകൊണ്ടുള്ള അടി. പക്ഷേ 1ാം സ്ഥാനം അതേ കോടതിയിൽ നടന്ന ലീന വക്കീലും കുലീന വക്കീലും തമ്മിലുള്ള അടിക്കാണ്. ഇടയ്ക്ക് വെച്ച് സ്റ്റാൻഡ് എടുത്ത് പരസ്പരം അടിക്കുമോ എന്ന് തോന്നിപ്പെട്ടു. ചേട്ടാ, സത്യം പറഞ്ഞ ഈ ആൺവക്കീലന്മാർ തമ്മിലുള്ള കേസ് വാദത്തിനൊന്നും ഒരു ഗുമ്മില്ല. അവര് കോടതിയിൽ അതും ഇതും പറഞ്ഞ് പുറത്തിറങ്ങി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചും ഫുൾ ബെഞ്ചും കൂടും. പക്ഷേ പെൺവക്കീലന്മാർ കേസ് പറഞ്ഞ കടിച്ചു കീറി കുടഞ്ഞു കളി. ആ കോടതിയിലെ ജഡ്ജദ്യം ഒന്നും പറഞ്ഞില്ലേ ഇവര് അടികൂടിയപ്പോ? അദ്ദേഹം ഒരു വൈരാഗ്യ, വികാരങ്ങളൊന്നും പുറത്തു കാട്ടാറില്ല. എപ്പോഴും ഒരേ എക്സ്പ്രഷൻ. നോ ചിരി, നോ സന്തോഷം, നോ സങ്കടം, നോ ദേഷ്യം. ശബ്ദം പോലും ശരിക്ക് കേൾക്കണേ, ചെവി വട്ടം പിടിക്കണം. അതിനു കൂടെ താഴെ ഒരു കോടതിയുണ്ട്. മഴവിൽ മനോരമയിലെ ഒരു ചിരി, ഇരുചിരി, ബമ്പർ ചിരി സെറ്റിട്ട പോകുന്നു. ചിരിയോട് ചിരി, കൗണ്ടറോട് കൗണ്ടർ. 2 പേരിൽ ആരുടെ ചിരിയാ ബെസ്റ്റ് എന്ന് നമുക്ക് തന്നെ സംശയമാണ്. ചിരിച്ച് മയക്കാൻ 2 പേരും ബെസ്റ്റാ. റിലീഫ് തരികയില്ലാന്ന് പറയില്ല, ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരു ചിരി വിരിയും, ഒരു വിശ്വാസമൊക്കെ വരും. എന്നിട്ട് ശരിയാക്കി തരുമോ? അത് ചേട്ടനൊരു കേസ് കൊടുത്തു നോക്കി, അപ്പോൾ അറിയാം. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ഹലോ, ഞാനിപ്പോ വരാം. ചേട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ CIT വരെ പോയിട്ട് ഷടേന്ന് വരാം. അതിനിടയിൽ വക്കീൽ സാറ് വരും. CITയിൽ പുതിയ സ്റ്റാൻഡിംഗ് കൗൺസിലർമാരെ ചാർജ് എടുക്കുന്നുണ്ട്. ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല. ചേട്ടന്റെ പേര് ചോദിച്ചില്ല. എന്താ ചേട്ടന്റെ പേര്? നാരദൻ. അതെന്ത് പേര്? അപ്പോ ചേട്ടന്റെ അച്ഛന്റെ പേര്? ബ്രഹ്മാവ്. ഓ, ചേട്ടൻ കൗണ്ടർ അടിച്ചതാണല്ലേ.
വെൽക്കം ടു CAT, കൗണ്ടർ അടിക്കുന്ന ട്രിബ്യൂണൽ. നാരായണ നാരായണ, ഇതെന്തൊക്കെയാണ് CAT കുറിച്ച് അറിയാമെന്ന് ഞാൻ കാണുന്നത്? കോടതിയിൽ വരാൻ മടിക്കുന്ന കക്ഷികൾ, കക്ഷിക്ക് മീതെ കോടതിയോട് തനിക്ക് കടമയുണ്ടെന്ന് മറക്കുന്ന അഭിഭാഷകർ. വാസ്തവത്തിൽ ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്നത് കേസിലെ വസ്തുതകളെക്കാൾ കോടതി തന്നെയാണ്. എനിക്ക് തോന്നുന്നത് എന്റെ കാഴ്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്നാണ്. ദാ ഇപ്പോൾ പുതിയ ഒരാളും വന്ന് കയറിയിരിക്കുന്നു. ഇനി അതെങ്ങനെയാവും എന്നറിയണ്ടേ? അതുകൊണ്ട് ദേവരാജാവേ, അങ്ങ് കുറച്ചുകൂടി ക്ഷമിക്കുക. ഒരേ ഒരു കൊല്ലം കൂടി ഞാൻ ഇതൊക്കെ ശരിക്ക് കണ്ട് മനസ്സിലാക്കി ഒരു ഉത്തരവുമായി തിരിച്ചെത്താം. പേടിക്കേണ്ട, എല്ലാം ശരിയാക്കി തരാം. നാരായണ നാരായണ. ഇന്ദ്രാണി അഡ്വക്കേറ്റ് അലീന അന്നാക്കോസ്. നാരദൻ അഡ്വക്കേറ്റ് വിഷ്ണു പ്രസാദൻ കെ. അഡ്വക്കേറ്റ് കുലീന അഡ്വക്കേറ്റ് തനുജ റോഷൻ ജോർജ്. അഡ്വക്കേറ്റ് ശ്രാവ്യ സുമേഷ്. എലിസബത്ത് വിജയ്. അഡ്വക്കേറ്റ് പ്രജിത്ത് അഡ്വക്കേറ്റ് രാഹുൽ ആർ. അഡ്വക്കേറ്റ് തോമസ് തെങ്ങിഞ്ചോട്ടിൽ അഡ്വക്കേറ്റ് കൈലേഷ് ടി ഗോപി. അഡ്വക്കേറ്റ് പ്രസാദ് അഭിരാം വർഗീസ്. അഡ്വക്കേറ്റ് ആർ ശ്രീധർ. അഡ്വക്കേറ്റ് പ്രേംരാജ് അഥവാ ശ്രീരാജ്. അഡ്വക്കേറ്റ് ശ്രീരാജ് ആർ. അഡ്വക്കേറ്റ് രഹീന അഡ്വക്കേറ്റ് രഹീന PI. കോർട്ട് ഓഫീസർ രമേഷ് കമത്ത്, myself ഹരിരാജ് അമാർ. അഡ്വക്കേറ്റ് 1 ഉഷ കുമാരി P. അഡ്വക്കേറ്റ് 2 അഡ്വക്കേറ്റ് എലിസബത്ത് ജോണി. അഡ്വക്കേറ്റ് ശിവകല അഡ്വക്കേറ്റ് അശ്വതി അനിൽകുമാർ. ക്ലർക്ക് വിജു അഡ്വക്കേറ്റ് സംഗീത് കൃഷ്ണ. സ്റ്റാൻഡിംഗ് കൗൺസിൽ 1 അഡ്വക്കേറ്റ് വിവേക് AV. സ്റ്റാൻഡിംഗ് കൗൺസിൽ 2 കുമാരി ദേവിക S ചന്ദ്രൻ. ഇതിൽ അഡ്വക്കേറ്റ് അല്ലാത്തതായിട്ടുള്ളത് ദേവിക ചന്ദ്രൻ മാത്രമേ. ഉടനെ ഞങ്ങൾ അഡ്വക്കേറ്റ് ആക്കിക്കോളാം. പരീക്ഷ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഥ, തിരക്കഥ, സംഭാഷണം അഡ്വക്കേറ്റ് ആർ ശ്രീരാജ്. സംവിധാനം അഡ്വക്കേറ്റ് രേഖ വാസുദേവൻ. ശബ്ദമിശ്രണം ബാലസുബ്രഹ്മണ്യൻ നാഗരാജൻ, മെട്രോ ഡിജിറ്റൽ സ്റ്റുഡിയോ. താങ്ക് യു. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഈ മുറിയുടെ പുറത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ നന്ദി. അടുത്ത വർഷം വീണ്ടും മറ്റൊരു നാടകവുമായി കാണാം എന്ന് വിശ്വസിക്കുന്നു. ഒരു കുറി കൂടി